കണ്ണൂർ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ തോണിയിൽ നിന്ന് തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. അസം സ്വദേശി റിയാജുൽ ഇസ്ലാമാണ് മരിച്ചത്. പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിലെ ജീവനക്കാരെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പുതിയങ്ങാടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് തൊഴിലാളി കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് 11 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ചക്കിടെ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന 3ാമത്തെ തൊഴിലാളിയാണ് അസ്ലം. പിന്നാലെ തിരയിൽപ്പെട്ട മറ്റൊരു ഫൈബർ ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കടലിൽ വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കടലിൽ വീണ തൊഴിലാളി പിന്നീട് നീന്തി രക്ഷപ്പെട്ടു. പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ മണിക്കൂറുകളോളം ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു. ഇതിന്റെ എല്ലാത്തിനും ഉപരി ഇതിന്റെ ശാശ്വത പരിഹാരം ഏർപ്പെടുത്താൻ കഴിയുന്ന ജില്ലാ കലക്ടർ ഈ പരിസരം ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അത് സന്ദർശിക്കണം. ഇന്ന് ഇവിടെ ഒരു തീരുമാനമാണ്. സ്ഥലത്തെത്തിയ ഫിഷറീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് തൊഴിലാളികളുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. കലക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നും പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഗണിക്കണമെന്നും അതല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നുമാണ് തൊഴിലാളികളുടെ നിലപാട്. മീഡിയ 1 കണ്ണൂർ.